നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചൂണ്ടൽ ആളൂർ റോഡിൽ വെട്ടുകാടിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. പൂക്കൃഷിയുമായി പൊലിമ പുതുക്കാട്. നെന്മണിക്കര പഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം. കൊടകര സെന്റ് ഡോൺ ബോസ്കോ വിദ്യാലയത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. തുടർച്ചയായ ഇടിവിന് ശേഷം സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. ഒരു പവൻ സ്വർണത്തിന് 2160 രൂപ കൂടി. വിശദമായ വാർത്തകളിലേക്ക്. ചൂണ്ടൽ ആളൂർ റോഡ് വെട്ടുകാടിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ രാമനാട്ടുകര സ്വദേശി ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ സ്വദേശി വിജി, മുണ്ടൂർ സ്വദേശി രാജി, ചാവക്കാട് സ്വദേശികളായ രാജീവ് കോട്ടപ്പടി, അസ്ന, മമ്മിയൂർ സ്വദേശി സത്യഭാമ, പാലക്കാട് സ്വദേശി പ്രീത, കൈപ്പറമ്പ് സ്വദേശി ഹരിദാസ്, ഇരിങ്ങപ്പുറം സ്വദേശി ഷീജ, വരടിയം സ്വദേശികളായ സാന്ദ്ര, അമിത, കണ്ടാണശ്ശേരി സ്വദേശി ദേവി കൃഷ്ണ, തിരുവനന്തപുരം സ്വദേശിനി വിജയകുമാരി, കാവ്യയുടെ പ്രസന്ന, അണ്ടത്തോട് സ്വദേശി നാഫിയ എന്നിവരെ ചൂണ്ടലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ചൂണ്ടൽ വെട്ടുകാട് ആശാരിപ്പടിയിൽ വെച്ച് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. സംഭവസ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി നെന്മണിക്കര പഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, പഞ്ചായത്ത് അംഗങ്ങളായ MV ഉദയൻ, സജിത സുനിൽ, MA ശ്രീനാഥ്, KS കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ ഹരിത വസന്തം പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി തൈ നടീൽ നടത്തി. ഐശ്വര്യ ജോയിന്റ് ലിങ്കേജ് ഗ്രൂപ്പിന്റെ കൃഷിസ്ഥലത്ത് ചെണ്ടുമല്ലി തൈ നട്ട് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, കൃഷി ഓഫീസർ MR അനീറ്റ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PD നെൽസൺ, K രാജേഷ്, സുരേഷ് ബാബു, KU വിജയൻ, പഞ്ചായത്ത് അംഗം M ശ്രീകുമാർ, CDS ചെയർപേഴ്സൺ സിൻസി ശ്രീകുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജു ഡേവിഡ്, CDS ബ്ലോക്ക് കോർഡിനേറ്റർ നിഷാലക്ഷ്മി, CDS പറപ്പൂക്കര കുടുംബശ്രീ അഗ്രി CRP AM സനീറ, CDS മെമ്പർമാർ, കർഷകർ എന്നിവർ സന്നിഹിതരായി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 2 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് പൂക്കളും പച്ചക്കറികളും വിലക്കുറവിൽ പൊതുവിപണിയിലേക്ക് എത്തിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിലെ കാട്ടൂർ, കാറളം, പറപ്പൂക്കര, മുരിയാട് പഞ്ചായത്തുകളിലെ കർഷക കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി ചെണ്ടുമല്ലി തൈകൾ നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംയോജിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായി CPM അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പൂക്കോട് പാലക്കുന്നിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് ബബീഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം PK വിനോദൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV ഗോപിനാഥൻ, AS ഉഷാദേവി, GG സനീഷ് എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതിയുടെ കൺവീനറായി ഡേവിസ് പുറത്തുകാരനെയും ചെയർമാനായി PV ഗോപിനാഥിനെയും തെരഞ്ഞെടുത്തു. ഓണത്തിന് സുരക്ഷിതമായ പച്ചക്കറി എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാക്കാൻ നമുക്ക് ആകാവുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണമെന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുരക്ഷിത പച്ചക്കറി എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. വളരെ വിഷം പരമാവധി കുറച്ച്, രാസവളങ്ങൾ പരമാവധി കുറച്ച്, ഇതൊന്നും ഇല്ലാതെ ഒരു പക്ഷേ ഇക്കാലത്ത് ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. പരമാവധി കുറച്ച് സുരക്ഷിതമായ രീതിയിൽ ഉൽപ്പാദനം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തു പദാർത്ഥം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏത് വളരെ കുറച്ച് ഭൂമിയുള്ളവർക്കും ഭംഗിയായി കൃഷി ചെയ്യാൻ പറ്റും. അതിനുശേഷം ഉൽപ്പന്നം അവരുടെ ആവശ്യത്തിനോ അധികം വന്നാൽ അതെല്ലാം കൂടി കളക്ട് ചെയ്ത് നമുക്ക് ഓണച്ചന്തയിലൂടെയോ വിൽക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതൊരു സംഘടിതമായി ചെയ്യണം. കാരണം ഇതിൻ്റെ ഈ കൃഷി, സംയോജിത പച്ചക്കറി കൃഷി താരതമ്യേന വിഷരഹിതമായ കേരളത്തിലെ കാർഷിക മേഖലയിലെ ഉൽപ്പാദന വർധനവിന് ഗുണകരമായിട്ടുണ്ട്. 2016 അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് അതിന് ചുവട് പിടിച്ചുകൊണ്ട് നിരവധി ഇടപെടലുകൾ നടത്തും.
നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് എത്ര പച്ചക്കറി വേണമെന്നുള്ളത്. കേരളത്തിൽ ആവശ്യമായി വരുന്ന പച്ചക്കറികളുടെ കണക്ക് പറയുന്നത് ഏതാണ്ട് 31 ലക്ഷം മെട്രിക് ടൺ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിൽ കേരളത്തിൽ നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിനേക്കാൾ മുമ്പ് ഒരു 10 ലക്ഷത്തിന് താഴെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു തൃപ്തി അത്ര തന്നെ ഉള്ളൂ. നല്ല ഭക്ഷണം കഴിക്കാം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 2009 മുതൽ ഞാൻ സ്വയമായിട്ട് കൃഷി ചെയ്യുന്ന പല മേഖലകളിലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൃഷി ചെയ്യുന്ന പല സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരു പരിധി വരെ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ പൊതുവെ കുറവാണ്. നമ്മൾ നമ്മുടെ പ്രദേശങ്ങളിലെ മുഴുവൻ കൃഷിക്കാരെ കൊണ്ടും കൃഷി ചെയ്യിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മുട്ടയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പാലിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക. കൃഷിയും നമുക്ക് നമ്മുടെ സംസ്ഥാനം സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം. കൊടകര സെന്റ് ഡോൺ ബോസ്കോ വിദ്യാലയത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷനായി. SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ, LSS USS സ്കോളർഷിപ്പ് ജേതാക്കൾ, അബാക്കസ് വിജയികൾ, NMS സ്കോളർഷിപ്പ് ജേതാക്കൾ എന്നിവരെ ആദരിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ സംഗീത, പഞ്ചായത്ത് അംഗം വിനയൻ തോട്ടാപ്പിള്ളി, കൊടകര ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ വിക്ടർ തൊമ്മാന, ജോമോൾ ബാസ്റ്റിൻ, ലവീന ലോനപ്പൻ എന്നിവരും പ്രസംഗിച്ചു. കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിലെ ഗാലറിയെ ബ്രസീൽ പതാകയുടെ മാതൃകയിൽ ചായം തേച്ച് മനോഹരമാക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം ബ്രസീൽ ആരാധകർ. 3ാം തവണയാണ് ബ്രസീലിന്റെ ആരാധകർ കൊടകര സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ മഞ്ഞയും പച്ചയും കലർന്ന ബ്രസീലിയൻ പതാകയുടെ മാതൃകയിൽ ചായം പൂശി മനോഹരമാക്കുന്നത്. 2026 വേൾഡ് കപ്പിനെ ആവേശത്തിന്റെ ഭാഗമായിട്ട് കൊടകരയിലെ ബ്രസീൽ ഫാൻസാണ് ഈ സ്റ്റേഡിയം ഇപ്പോൾ ഈ നിലയിൽ ഇങ്ങനെ ഒരു ബ്രസീലിന്റെ ഫ്ലാഗ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുൻപ് 2 തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും വേൾഡ് കപ്പിൻ്റെ ആവേശം ഒട്ടും ചോരാത്ത രീതിയിൽ കൊടകരയിലെ എല്ലാ ബ്രസീൽ ഫാൻസും ബ്രസീൽ ജയിക്കുന്ന ഒരു ആഗ്രഹത്തോടുകൂടി നമ്മുടെ കൊടകര ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലെ ഈ സ്റ്റേഡിയം ഇത്രയും നന്നായിട്ട് ചെയ്തിരിക്കുകയാണ്. 2018-ലെയും 2022-ലെയും ഫിഫ ലോകകപ്പ് കാലത്ത് ഇവർ സ്റ്റേഡിയത്തിന് മഞ്ഞയും പച്ചയും നിറം നൽകിയിരുന്നു. ഫുട്ബോൾ പ്രേമികളായ VR സുജിത്ത, പ്രജീഷ് ഗോവർദ്ധൻ, അബിൻ കൃഷ്ണ, PM ആദർശ്, രാകേഷ് രാജു, വിഷ്ണു ഉണ്ണി, TS ആദിൽ, AB അഭിനവ്, ഷാരോൺ, രോഹിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് 20 ലിറ്റർ പെയിന്റ് ഉപയോഗിച്ച് 2 ദിവസം കൊണ്ട് സ്റ്റേഡിയത്തിലെ ഗാലറി കളറാക്കിയത്. ബ്രസീൽ ടീമിന്റെ കടുത്ത ആരാധകരായ ഇവർ ഇത്തവണ ലോകകപ്പ് മഞ്ഞപ്പട സ്വന്തമാക്കുമെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. കലയോടുള്ള അഭിനിവേശത്തിന് റാങ്കിന്റെ തിളക്കം നൽകി അഞ്ജലി പണിക്കർ എന്ന മിടുക്കി. കഠിന സാധനയിലൂടെ ഭരതനാട്യത്തിലെ അതിവേഗ ചുവടുകളും ഭാവപകർച്ചയും പക്വതയോടെ ആർജിച്ചെടുത്താണ് അഞ്ജലി ഈ നേട്ടം സ്വന്തമാക്കിയത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് 4ാം വാർഡ് കുന്നത്തൂപ്പാടം സ്വദേശി പ്രവാസിയായിരുന്ന പഴയ കളരിക്കൽ ഗോപാലകൃഷ്ണൻ രമ ദമ്പതികളുടെ 3 മക്കളിൽ ഇളയവളാണ് അഞ്ജലി പണിക്കർ. തൃപ്പൂണിത്തുറ RLV കോളേജ് വിദ്യാർത്ഥിനിയാണ്. നൃത്തം ജീവനും ജീവിതവുമായ ഈ മിടുക്കിക്ക് MG യൂണിവേഴ്സിറ്റി BA ഭരതനാട്യം പരീക്ഷയിൽ 1ാം റാങ്ക് എന്നത് അക്കാദമിക് നേട്ടം മാത്രമല്ല, അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. 4 വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്നു. വരന്തരപ്പള്ളിയിലെ ശോഭ കൃഷ്ണൻകുട്ടിയുടെ കീഴിലാണ് ബാലപാഠങ്ങൾ പഠിച്ചത്. കഴിഞ്ഞ 10 വർഷത്തോളമായി കലാമണ്ഡലം ഹുസ്ന ബാനുവിനും ഷഫിഖുദ്ദീൻ മാസ്റ്റർക്കും കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത്. സ്കൂൾ പഠനകാലത്ത് ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രശസ്ത നർത്തകിയായ ഗുരുവായൂർ മീര ശ്രീനാരായണനാണ് റോൾ മോഡൽ. നൃത്തരംഗത്ത് തന്നെ പഠനം തുടരാനും തൻ്റെ അറിവുകൾ വിപുലപ്പെടുത്താനുമാണ് അഞ്ജലി ആഗ്രഹിക്കുന്നത്. അതിയായി സന്തോഷമുണ്ട്. ഇങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല എനിക്ക്. ആദ്യം സർവേശ്വരനോടും പിന്നെ എൻ്റെ ഗുരുക്കന്മാരോടും പിന്നെ എൻ്റെ അമ്മയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പിന്നെ എൻ്റെ അച്ഛനമ്മ ചേട്ടന്മാരും. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നൃത്തം എൻ്റെ ഒരു ജീവിതം എന്ന് പറയാൻ പറ്റില്ല, അതിനും എനിക്ക് നിർവചിക്കാൻ പറ്റാത്തൊരു സ്ഥാനമാണ് എനിക്ക് ഡാൻസ് എൻ്റെ ലൈഫിൽ. അപ്പോൾ സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നൃത്തകലയെ ഏറെ സ്നേഹിക്കുന്ന അമ്മ രമയ്ക്ക് ചെറുപ്പത്തിൽ നൃത്തം അഭ്യസിക്കാൻ സാധിച്ചിരുന്നില്ല. ആ സ്വപ്നമാണ്
മകളിലൂടെ പൂവണിയുന്നത്. നൃത്തത്തെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു നിരന്തര പഠിതാവായി അഞ്ജലി വളരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഗുരുക്കന്മാരുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയുമാണ് അഞ്ജലി എന്ന കൊച്ചു കലാകാരിയുടെ വിജയമന്ത്രം. MG യൂണിവേഴ്സിറ്റി BA ഭരതനാട്യം പരീക്ഷയിൽ 1ാം റാങ്ക് നേടി വരന്തരപ്പള്ളി കുന്നത്തുപാടം ഗ്രാമത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അഞ്ജലി പണിക്കർ എന്ന ഈ മിടുക്കി. തൻ്റെ മകളുടെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കും യെസ് പറഞ്ഞ് കൂടെ നിൽക്കുന്ന കുടുംബത്തിന്റെ സപ്പോർട്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹവുമാണ് അഞ്ജലിയുടെ പിൻബലം. നൃത്തരംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ അഞ്ജലിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ വിവിധ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ബാലവേല വിരുദ്ധ ദിനവും നടത്തി. പുതുക്കാട് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു നിർവഹിച്ചു. JSS ഡയറക്ടർ സുധാ സോളമൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജോജു, പഞ്ചായത്ത് അംഗം ബീന ഷാബു, CDS ചെയർപേഴ്സൺ ബിന്ദു, JSS പ്രോഗ്രാം സ്റ്റാഫ് VV വിന്യ, പഞ്ചായത്ത് CWFP രേഖ, JSS റിസോഴ്സ് പേഴ്സൺ P രേഖ എന്നിവരും പ്രസംഗിച്ചു. സ്കൂൾ ഓർമ്മകളുമായി ബിനോ ജോർജ് വീണ്ടും തൃശൂർ ഹോളി ഫാമിലിയിലെത്തി. ഈസ്റ്റ് ബംഗാളിന്റെ അസിസ്റ്റന്റ് കോച്ചായ തൃശൂർ സ്വദേശി ബിനോ ജോർജ് ലോകകപ്പ് ഫുട്ബോൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് തന്റെ ആദ്യ സ്കൂൾ സംഘടിപ്പിച്ച 2000 കുട്ടികളുടെ ഗോളടി ഉത്സവം ഉദ്ഘാടനം ചെയ്യാനാണ് ഹോളി ഫാമിലി സ്കൂളിൽ എത്തിയത്. 4ാം ക്ലാസ് വരെ താൻ പഠിച്ച സ്കൂളിലെ ഓർമ്മകൾ അദ്ദേഹം ഇപ്പോഴത്തെ സ്കൂൾ പ്രധാന അധ്യാപിക അടക്കമുള്ളവരുമായി പങ്കിട്ടു. താൻ പണ്ട് പഠിച്ച ക്ലാസ് മുറിയിൽ ചെന്ന് അദ്ദേഹം കുട്ടികൾക്കൊപ്പം ബെഞ്ചിൽ ഇരുന്നാണ് പഴയ ഓർമ്മകളിലേക്ക് പോയത്. സ്കൂൾ വിദ്യാർത്ഥികളുമായി ലോകകപ്പ് ഫുട്ബോളിന്റെ വിശേഷങ്ങളും ബിനോ ജോർജ് പങ്കുവച്ചു. 40 വർഷത്തിന് ശേഷം താൻ പഠിച്ച വിദ്യാലയത്തിലേക്ക് തിരികെ എത്താൻ ഈ ലോകകപ്പ് വേളയിൽ തന്നെ സാധിച്ചത് ഏറെ സന്തോഷവും അഭിമാനവും തരുന്നതായി ബിനോ ജോർജ് പറഞ്ഞു. ചെമ്പുക്കാവ് ഹോളി ഫാമിലി CGHS പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്ലോറി, സ്കൂളിലെ ഫുട്ബോൾ കോച്ച് സ്റ്റാൻലി പടിക്കല, PTA പ്രസിഡന്റ് ബിജോയ്, PT അധ്യാപകൻ ഹെഡ്വിൻ തുടങ്ങിയവർ ബിനോ ജോർജിനെ സ്വീകരിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഗോളടി ഉത്സവത്തിൽ പങ്കെടുത്ത 2000-ഓളം കുട്ടികളിൽ 1000-ലധികം പേരും ഗോൾവല കുലുക്കി. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തരുന്നൊരു നിമിഷമാണ്. ഞാൻ പണ്ട് എൻ്റെ 1 മുതൽ 4 വരെ പഠിച്ച എൻ്റെ പഴയ ഹോളി ഫാമിലി സ്കൂളിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയത് ഈ ഒരു വേൾഡ് കപ്പ് സമയത്ത് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയ സന്തോഷം. നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്നത്. എൻ്റെ വീട് തൊട്ടടുത്താണെങ്കിൽ പോലും എനിക്ക് ഇവിടേക്ക് കടക്കാൻ പറ്റാറില്ല, അതായത് സമയം ഉണ്ടാവാറില്ല. ഇന്ന് എനിക്കതിന് ദൈവാനുഗ്രഹിച്ചതിനൊരു ഭാഗ്യം ലഭിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ അല്ലെങ്കിൽ A1 നേടി വിജയിച്ച പ്രതിഭകളെ പുതുക്കാട് MLA പ്രതിഭാ പുരസ്കാരം നൽകി അനുമോദിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9-ന് പുതുക്കാട് പ്രചോദിനികേതൻ കോളേജിൽ നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കാൻ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC പാലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 3:30-ന് പാലപ്പിള്ളിയിലെ വനിതാ സൊസൈറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ കല്ലൂർ ബാബു അധ്യക്ഷത വഹിക്കും. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ മുഖ്യാതിഥിയായിരിക്കും. തുടർച്ചയായ ഇടിവിനു ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. 1 ഗ്രാം സ്വർണ്ണത്തിന് 270 രൂപ വർദ്ധിച്ചു. 13,620 രൂപയാണ് വിപണി വില. 1 പവൻ സ്വർണ്ണത്തിന് 2,160 രൂപ കൂടി 1,08,960 രൂപയാണ് നിരക്ക്. 2 ദിവസത്തെ ഇടിവിന് ശേഷമാണ് സ്വർണ്ണവില കുതിച്ചുകയറുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മാത്രം കേരളത്തിൽ സ്വർണ്ണ വിപണിയിൽ പവന് 5,520 രൂപയുടെ ഇടിവാണ് ഉണ്ടായിരുന്നത്. രാജ്യാന്തര വിപണിയിൽ ഉണ്ടായ അപ്രതീക്ഷിത ചലനങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയിലും പ്രതിഫലിച്ചത്. ആഗോള വിപണിയിൽ US ഡോളർ ഇതര കറൻസികൾക്കെതിരെ ശക്തി പ്രാപിച്ചതാണ് സ്വർണ്ണത്തിന് പ്രധാനമായും തിരിച്ചടിയായത്. ഡോളർ ഇൻഡെക്സ് ഉയർന്നതോടെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണത്തിൽ പണം മുടക്കുന്നത് താൽക്കാലികമായി കുറച്ചു. കാലാവസ്ഥ. കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്.
കേരള വിഷൻ പുതുക്കാട് നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം 2026 അപേക്ഷ ക്ഷണിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ ടിവിയുടെ കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്നും 10-12 ക്ലാസുകളിലെ പരീക്ഷകളിൽ ഫുൾ A+, A1 ഗ്രേഡ് 1 വിജയം നേടിയ വിദ്യാർത്ഥികൾ ജൂൺ 13 മുൻപായി മാർക്ക് ലിസ്റ്റ് സഹിതം കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്ററുടെ പക്കൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കേബിൾ ടിവി ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,620 രൂപ, പവന് 1,80,960 രൂപ. വാസുപുരം കോലഴി സുകുമാരൻ മകൻ സുമേഷ് അന്തരിച്ചു. 37 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുൻ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായിരുന്ന കാത്രിൻ പോൾ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പോൾ കോക്കാട്ടിന്റെ ഭാര്യയാണ്. കടുപ്പശ്ശേരി കോങ്കൊത്ത് കുടുംബാംഗമാണ്. സംസ്കാരം നടത്തി. ഗീത, കോളിൻസ്, അനിത എന്നിവർ മക്കളും അഡ്വക്കേറ്റ് CT സാബു ചിറമേൽ, ഡോക്ടർ ജിത, വർഗീസ് വെണ്ണാട്ടുപറമ്പിൽ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചൂണ്ടൽ ആളൂർ റോഡിൽ വെട്ടുകാടിൽ ബസുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. പൂക്കൃഷിയുമായി പൊലിമ പുതുക്കാട്. നെന്മണിക്കര പഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം. കൊടകര സെന്റ് ഡോൺ ബോസ്കോ വിദ്യാലയത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. തുടർച്ചയായ ഇടിവിന് ശേഷം സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. 1 പവൻ സ്വർണത്തിന് 2,160 രൂപ കൂടി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.